ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നത്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് ബീഫ് ചില്ലി അത് എങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസാണ്. അധികം ഓയിലും കാര്യങ്ങളൊന്നും വല്ലാതെ യൂസ് ചെയ്യാതെ നമുക്ക് ഹെൽത്തായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പുള്ള ഒരു ഫുഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഗായ്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കഴുകി വെച്ച 1/2 കിലോ റെഡ് മീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ റെഡ് മീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് നമ്മളിതിലേക്ക് അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത്ര മാത്രം ഇട്ടുകൊണ്ട് നമ്മളത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് പാടുള്ളൂ, ഓവറായിട്ട് തീ കൂട്ടാനും പാടില്ല. ഒരു 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കണം. 4 വിസിലും വന്നതിന് ശേഷം തീ ഓഫാക്കി എടുക്കും. അപ്പം നമ്മുടെ ബീഫ് ഇതാ ശരിക്കും നല്ലോണം ഉഷാറായി വെന്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് ബോർഡ് എടുത്ത് ഇതുപോലെ ഓരോന്ന് സ്ലൈസാക്കി കൊടുക്കുക. ഓവർ ലെങ്ത്ത് കൂടും വേണ്ട, പറ്റ സ്മോളാവും വേണ്ട. ആ ഒരു മീഡിയം ലെവലിൽ, ഇതേ ലെവലിൽ തന്നെ നമ്മൾ ഹോട്ടലിൽ നമുക്ക് സാധാ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ അതേ സെയിം മീഡിയം ലെവലിൽ തന്നെ നമ്മളത് ചെയ്യുക. അതുപോലെ സ്ലൈസ് ആക്കിയാണ്ട് ഇങ്ങനെ ചെയ്യുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുക. ഇത് റെഡ് ചില്ലിയാണ്. അത്യാവശ്യം കുറച്ച് സ്പൈസിൻ്റെ ആളാണ് ഞാൻ. ഈ റെഡ് ചില്ലിനോടാണ് താല്പര്യം. അപ്പോൾ അതിലേക്കുള്ള റെഡ് ചില്ലി ഒന്ന് ചൂടാക്കി മിക്സിയിലെ ജാറിൽ വെച്ച് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് നമ്മൾ സ്പൈസി പൗഡർ ഇട്ട്, ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ ടീസ്പൂണാണ്. ടീസ്പൂണിൽ ഇതിൽ ഗരം മസാലയാണ്, കുറച്ച് ഗരം മസാലയും അതുപോലെ അത് പെപ്പർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പെപ്പർ ഞാൻ കുറച്ചുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എനിക്ക് പെപ്പറിൻ്റെ അത്ര വലിയൊരു രസമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ്, ആ ഐറ്റംസാണ് അതുള്ളത്. അതുപോലെ തന്നെ ഇത് നേരത്തെ ഇത് ചെയ്ത് വെച്ച മിക്സിയിൽ അടിച്ച് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഇതാണ് ഞാൻ ഇടുന്നത്, സ്പൈസി തന്നെയാണ് ഇടുന്നത്, റെഡ്. അത് നേരത്തെ ഇത് കാശ്മീരിയാണ്, ഇപ്പോൾ ആണ് വറ്റൽമുളകിൻ്റെ ഇതിടുന്നത്. അത് ഇടുന്നത് പെരുംജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അത് വലിയ ജീരകത്തിൻ്റെ ഒരു ഇതാണ് ഇടുന്നത്. അത് നിനക്ക് ഒരു ശകലം ഇടുന്നുള്ളൂ, ഓവറായിട്ടില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. പിന്നെ കറി ലീഫാണ്, അത് 2 തണ്ട് കറി ലീഫാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതൊരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയാണ്ട് കൊടുക്കണം. അത് നല്ലോണം ഞാനൊരു സ്പൂൺ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കയ്യിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചുകൊണ്ട്, ഒരു തവി വെച്ചുകൊണ്ട്, ചെറിയ സ്പൂൺ വെച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലകളും ആ മീറ്റുമ്പോൾ ശരിക്കും അങ്ങോട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ നല്ലോണം വയ്ക്കുക. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വിനെഗർ അങ്ങനെ വേണ്ടവർക്ക് അതോ അല്ലെങ്കിൽ ലെമണോ എന്താണോ വേണ്ടത്. ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ വെറും ഒരു പൗഡർ മാറിക്കല്ലേ, അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാൻ മിക്സ് ആക്കുന്നത്. അപ്പം നല്ല മാറ്റമുണ്ട്. അപ്പം വിനെഗറിൻ്റെതും ഇത് പറയുമ്പോൾ വേറൊരു സ്മെല്ലിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേണ്ടാന്ന് ഇത് വെച്ചത്. അപ്പോൾ അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. അതിന് യാതൊരു മടിയുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് കൈ വെച്ചാണ് ചെയ്യുന്നതാണ്. പക്ഷെ കൈ വെച്ച് ചെയ്യുമ്പോൾ കൈയിന് പ്രശ്നമില്ലാത്തവർക്ക് കൈ വെച്ചാണ് ചെയ്യുക. ഞാൻ ഏതായാലും തവി വെച്ചാണ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ഫ്രൈ പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ നന്നായി ചൂടാകട്ടെ. അപ്പോൾ അത് ഓയിൽ അതിലേക്ക്, സൺഫ്ലവർ അല്ല സാധാ ഓയിലാട്ടോ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. സാധാ ഓയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് നമുക്ക്. ഇപ്പോൾ അതാ നമ്മൾ കുറേശ്ശെ ഓവറായിട്ട് ഇടുന്നില്ല. ഇത് പൊള്ളിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കൂടുതൽ ഓയിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ ഓയിലില്ലാത്ത രീതിയിൽ പൊള്ളിച്ച് 1 സൈഡ് വേവിച്ച് മറ്റേ സൈഡ് ഓൾറെഡി നമ്മളിത് വേവിച്ചതാണല്ലോ, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട്
നമ്മളിത് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടി അവർ ഭയങ്കര ഇതായിട്ടല്ലേ ചെയ്യുന്നത്, നല്ല മുക്കി എണ്ണയിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടാണിത്. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, അധികം ഓയിലില്ലാതെ. ആ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം തന്നെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ, കളറൊക്കെ ചുമല കളറിലേക്ക് തന്നെ റെഡ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഐറ്റംസൊക്കെ. ഇപ്പോൾ ഒരു സൈഡ് മറിച്ച് വൺ സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് നമ്മളിങ്ങനെ മറിച്ചിട്ട് എടുക്കുക. ഓരോ പീസ് വൺ ബൈ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും ഇതാകും ഒരു ക്രിസ്പി ലെവലിൽ. സാധാ നമ്മൾ കഴിക്കുന്ന പോലെ റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന ഏതാണോ ടേസ്റ്റ്, അതേ ടേസ്റ്റ് തന്നെ നമുക്കത് ശരിക്കും കിട്ടും. ശരിക്കും വേവണം. ഓൾറെഡി നമ്മൾ വെന്തതാണ്, പക്ഷേ എന്നാലും ആ മസാലയൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചതല്ലേ. അപ്പോൾ അത് ശരിക്കും വേണം. വൺ സൈഡ് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് വൺ ബൈ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഏകദേശം രണ്ട് സൈഡ് ഒരേ മാതിരി ആയിട്ടുണ്ട്. ഇതാണ് വേറെ ഫ്രൈ പാനാണിത്. ഇത് നമ്മൾ ചിക്കനൊക്കെ പൊള്ളിക്കുന്ന സൈസ് ഫ്രൈ പാനാണ്. വൺ സൈഡ് ഇതാകുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാം. അധികം ഓയിൽ തീരെ ഇല്ല. എനിക്ക് ഇതിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് റോയൽ ഫുഡ് എന്നൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഡബിൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്ടൊക്കെ ഷവായി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതാണ്. ഡബിൾ സൈഡ് ഗ്രിൽ പാനാണ് ശരിക്കും ഇത്. ഇതാകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ചാർക്കോൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ചാണ്ട് ഇടുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചുവ ഉണ്ടാവുമല്ലോ. ആ ചുവയാണ് നമുക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കറക്റ്റായിട്ട് ഇതിൽ ഓരോ പീസ് ഇതിലും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒറിജിനൽ അൽഫാമിൻ്റെ ഒക്കെ അതുപോലെ ആ ഒരു ചുവയും നല്ല ടേസ്റ്റി ആയിട്ടേക്കാരം ഇതിനകത്ത് തീരെ ഓയിൽ വേണം. ജസ്റ്റ് ബ്രഷ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് നമുക്ക് കുറേശ്ശെ ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഓയിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലുള്ളൊരു ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ നമുക്ക്, ഇത് ഡബിൾ സൈഡ് ഗ്രിൽ പാൻ എന്നാണ് ഇതിന് പറയുക. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇതാണ്. അധികം ഓയിലുണ്ട്. മീൻ പൊള്ളിച്ചെടുക്കാനും നമ്മൾ പൊള്ളിച്ചെടുക്കാനും യൂസ് ചെയ്യുന്ന ഫ്രൈ പാനാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഇനി ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ തന്നെ നമുക്കിത് ആവാനായിട്ടുണ്ട്. വൺ സൈഡ് ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നല്ല ചുമല കളറായിട്ട് ഇങ്ങനെ ഇതുണ്ട്. ശരിക്കും നല്ലോണം ആവട്ടെ. നല്ലോണം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വൺ സൈഡൊക്കെ ശരിക്കും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിത് ഇങ്ങനെ പയ്യെ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറ്റേ സൈഡും കൂടി ഇനി ഇതുപോലെ തന്നെ ഒന്ന് കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. അത്യാവശ്യം നല്ല ഹീറ്റ് തന്നെയാണിത്. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ മതി. എന്നാൽ തന്നെ ഏകദേശം വൺ സൈഡ് ആവും. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസ് നമ്മൾ എന്ത് ചെയ്യണം, മറിച്ചിട്ട് കൊടുക്കണം. സമയമെടുക്കും, പക്ഷെ എന്നാലും നമ്മളിതിൽ ക്ഷമ കാണിക്കണം. എന്നാലേ നമുക്കത് അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കഴിയണമെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനത്ര റിസൾട്ട് കാണത്തുള്ളൂ. അപ്പം ഏകദേശം ഇതെല്ലാം കഴിയാറായിട്ടുണ്ട്. ഏകദേശം ഇതെല്ലാം മറിച്ചിട്ട് എല്ലാം റെഡിയാക്കി. ഇപ്പോൾ നമ്മളിതാ ഒരു ബൗളിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം മാറ്റുകയാണ്. എല്ലാം ഫ്രൈ ചെയ്ത് എല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ക്രിസ്പി ലെവൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതിൻ്റെ മേലെ ഇനി നമുക്ക് ഒരു ഡെക്കറേഷനും കൂടി ആകുമ്പോൾ നമ്മൾ ഒറിജിനൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാകുന്ന അതേ ബീഫ് ചില്ലി തന്നെ ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. എന്താണ് നമ്മളിതിൻ്റെ മേലെ ഒരു കട്ടിങ് ബോർഡിൽ നമ്മളൊരു ഒനിയൻ വെച്ചാണ്ട് ഇത് ഡെക്കറേഷൻ സെറ്റ് ചെയ്യണം. ഡെക്കറേഷൻ എന്ന് പറയാനൊന്നുമില്ല, ഒരു ഒനിയൻ മാത്രമേ ഉള്ളൂ. ഒനിയൻ വട്ടത്തിൽ ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നത്, അതതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കാനും ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.